Hi everyone, welcome back to Wisdom Academy classes. So, നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പോർഷൻ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ. ജസ്റ്റ് കുറച്ച് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. വെൻ വി ആർ ഒബ്സർവിങ് ആൻ ഒബ്ജെക്ട് അപ്വേർഡ് അല്ലെങ്കിൽ മുകളിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണ് നമ്മളുടെ മുകളിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഐസൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ആർ ഒബ്സർവിങ് ആൻ ഒബ്ജക്ട് ഡൗൺവേർഡ്, താഴെ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ആ ആംഗിൾസിനെയാണ് നമ്മൾ ഇവിടെ തീറ്റ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷനും ഡിപ്രഷനും ഒന്നും നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, ബിക്കോസ് it is coming in application of trigonometry. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ എപ്പോഴും ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓർ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ് നമ്മൾ എപ്പോഴും ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഐ എം കൺസിഡറിങ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. ദിസ് ഇസ് മൈ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നു. ആൻഡ് ഇഫ് ഐ എം ടേക്കിംഗ് ദിസ് ആംഗിൾ ആസ് തീറ്റ, ഇതാണ് നമ്മളുടെ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ എന്നുണ്ടെങ്കിൽ ഈ തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന സൈഡിന് നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നു. അതേമാതിരി തന്നെ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റേഷ്യോസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് തീറ്റ എവിടെയാണോ എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. ഇപ്പൊ തീറ്റ നിങ്ങൾ എവിടെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ഒക്കെ മാറും കേട്ടോ. ഞാൻ ഇവിടെ തീറ്റ എടുക്കുന്നത് കണ്ടാണ് my adjacent side is BC and my opposite side is AB. ഓക്കെ, അപ്പൊ തീറ്റ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതിനുശേഷം മാത്രമാണ് അഡ്ജസന്റ് ഓപ്പോസിറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. തീറ്റ ഇവിടെ വന്നാൽ മാത്രമാണ് ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്ജസന്റും ഇത് ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത് കേട്ടോ. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൈഡ് വിച്ച് ഇസ് ഓപ്പോസിറ്റ് ടു റൈറ്റ് ആംഗിൾ, ദാറ്റ് ഇസ് എ സി. സോ എ ബി ബൈ എ സി ആണ് സൈൻ തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ദാറ്റ് ഇസ് ബി സി ബൈ എ സി. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ദാറ്റ് ഇസ് എ ബി ബൈ ബി സി. ഇപ്പൊ ഈ റേഷ്യോസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഇനി ഈ 3 റേഷ്യോസ് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള, yet another 3 റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് കോസീക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. കോസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് സൈൻ, ദാറ്റ് ഇസ് 1 സൈനെയാണ് ആക്ച്വലി കോസീക് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇവിടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കോസീക് എടുക്കുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്, നേരെ തിരിച്ചു വേണം എടുക്കാനായിട്ട്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ആണ്. അതേമാതിരി തന്നെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. സോ എ സി ബൈ എ ബി. അതേമാതിരി തന്നെ സീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1 കോസ് തീറ്റ. കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് സീക് തീറ്റ. സോ എന്താണോ നമ്മൾ കോസ് തീറ്റ ആയിട്ട് എഴുതിയിട്ടുള്ളത് അതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ്. കണ്ടോ, ദാറ്റ് ഈസ് എ സി ബൈ ബി സി. അതേമാതിരി തന്നെ ടാൻ തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ ആണ് കോട്ട് തീറ്റ. അപ്പൊ കോട്ട് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ ടാൻ തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ബി സി ബൈ എ ബി. അപ്പൊ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബിക്കോസ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക്കുമായിട്ട് റിലേറ്റഡ് ആണ്. കോസ് ഇസ് റിലേറ്റഡ് വിത്ത് സീക്ക് ആൻഡ് ടാൻ ഇസ് റിലേറ്റഡ് വിത്ത് കോട്ട്. ഓക്കെ, അപ്പോൾ ഒരു 3 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ബാക്കിയുള്ള 3 അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ബൈ ഹാർട്ട് പഠിക്കണം എന്നില്ല. ഓക്കെ, ഇനി 1 റിലേഷൻസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, കോസീക് തീറ്റ ഇസ് ഈക്വൽ ടു 1 സൈൻ തീറ്റ ആൻഡ് സീക് തീറ്റ ഇസ് ഈക്വൽ ടു 1 കോസ് തീറ്റ ആൻഡ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1 ടാൻ തീറ്റ.
ഇതൊക്കെയാണ് നമ്മളുടെ 1/, റിലേഷൻസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും ക്യാൻസലേഷൻ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോസിക് തീറ്റനെ 1/sin θ ഒക്കെ വെച്ച് റീപ്ലേസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻസ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. അതേമാതിരി തന്നെ ടാൻ തീറ്റനെ നമുക്ക് sin θ cos θ എന്ന് എഴുതാൻ പറ്റും. അതേമാതിരി തന്നെ cot തീറ്റനെ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? cos θ sin θ. അപ്പൊ ഇത്രയും ഫോർമുലാസ് ആണ് നമുക്ക് ആദ്യം ഒരു സെറ്റ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് അപ്കമിങ് നമുക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത അപ്കമിങ് ക്ലാസ്സസിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഐഡന്റിറ്റീസ് ഒന്ന് പഠിച്ചു വെക്കാം. അതായത് സൈൻ എന്താണ്, കോസ് എന്താണ്, അങ്ങനത്തെ റിലേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ഫോർമുല ബുക്ക് എടുത്ത് എഴുതി വെക്കുക. ദിവസം അതൊന്ന് വായിച്ചു നോക്കി നോക്കുക. വായിക്കും തോറും നമ്മളുടെ ഓർമ്മ കൂടുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫെബ്രുവരിയിൽ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. മറക്കരുത്, നന്നായി തന്നെ പഠിക്കുക. റിവിഷൻ, അതായത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ബാങ്ക്സ് റെഫർ ചെയ്യുക. കിട്ടുന്ന എല്ലാ ആക്സസും ഉപയോഗിച്ച് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് സ്വയമായി വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് എക്സസൈസ്. ആദ്യത്തെ എക്സസൈസ് നമുക്ക് ചെയ്യാം. So this is our first question. ഇത് എക്സസൈസ് ഫസ്റ്റ് എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ സബ്ഡിവിഷൻ ആണ്. ഇതൊക്കെ നമുക്ക് ഒരു MCQ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ വളരെ ലാഘവത്തോടെ എടുക്കാൻ പാടില്ല. എല്ലാം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാനുള്ള രീതിയിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് പഠിക്കേണ്ട, അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അത് കുറച്ച് മുൻതൂക്കം കൊടുത്ത് പഠിക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള രീതിയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ട്രയാങ്കിൾ ABC വിച്ച് ഇസ് റൈറ്റ് ആംഗിൾ അറ്റ് C. അപ്പോൾ റൈറ്റ് ആംഗിൾ സിയിൽ റൈറ്റ് ആംഗിൾ അറ്റ് ബിയിൽ റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഫിഗർ വരയ്ക്കാനായിട്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ബിക്കോസ് ഈ ഫിഗർ വരച്ചാൽ മാത്രമേ അവർക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, അഡ്ജസൻറ്റ് സൈഡ് ഏതാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ എന്തായാലും ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ it is given that AB is 24 cm and BC is 7 cm and you have to determine sin A and cos A. Sin A, cos A. ഫസ്റ്റ് സബ് ഡിവിഷൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സെക്കൻഡ് സബ് ഡിവിഷൻ നിങ്ങൾ ഇതേമാതിരി തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ശ്രമിച്ച് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് A ആണ് അല്ലേ? A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ തീറ്റ എന്നുള്ള റെപ്രസെന്റേഷന് പകരം അവർ കൊടുത്തിട്ടുള്ളതാണ് A എന്ന് പറഞ്ഞിട്ടുള്ള റെപ്രസെന്റേഷൻ. ദാറ്റ് മീൻസ് A ആണ് ഇവിടെ തീറ്റ ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക? ഓപ്പോസിറ്റ് സൈഡ് വരുന്നുണ്ടാവുക. ഇതായിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക? അഡ്ജസൻറ്റ് സൈഡ് വരുന്നുണ്ടാവുക. ഒബ്വിയസ്ലി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയിരിക്കും നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വൺസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ അഡ്ജസൻറ്റ് സൈഡ് മാർക്ക് ചെയ്ത് വെക്കുക, ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി C ആണെന്നുണ്ടെങ്കിൽ സിന്റെ ഇതായിരിക്കും അഡ്ജസൻറ്റ് സൈഡ്, ഇതായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ തെറ്റാണ്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? A ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വട്ടിട്ട് വെച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി തെറ്റൊന്നുമില്ല എന്ന് അത്രയും കോൺഫിഡൻസ് ഉള്ള കുട്ടികൾ ഇത് ചെയ്യണം എന്നില്ല. ഞാനിതിപ്പോൾ ഏറ്റവും ബേസ് ലെവലിൽ പഠിപ്പിച്ചു തരുന്നു എന്ന് മാത്രം. ഓക്കെ, ശരി. അപ്പോൾ സൈൻ A കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ നമ്മളുടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ് അല്ലേ? ഓർ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ, ദാറ്റ് ഈസ് 576 പ്ലസ് 49 which is 625.
ഇപ്പോൾ ഇതൊക്കെ കാൽക്കുലേഷൻസ് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് കുറച്ച് അത്യാവശ്യം സ്ക്വയേഴ്സ് നിങ്ങളുടെ തന്നെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. 12 സ്ക്വയർ 144 ആണ്, 21 സ്ക്വയർ 441 ആണ്. അപ്പം അങ്ങനത്തെ കുറച്ച് സ്ക്വയർ ടേംസ് ഒക്കെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കി നോക്കുക. കാരണം ഇതൊക്കെ നമ്മൾ മാനുവലി അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോവാണ്. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് അറ്റൻഡ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ പൊതുവെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് മാത്സിന്റെ സമയം കിട്ടുന്നില്ല എന്നുള്ളത്. മാത്സിന്റെ സമയം കിട്ടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ വർക്കിംഗ് കോളം വരച്ച് അതൊക്കെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസേഴ്സ് എഴുതാണ് ആ ഒരു പെർട്ടിക്കുലർ സമയം എടുക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ മാക്സിമം നമുക്ക് കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ്, അതായത് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ AC സ്ക്വയർ നമുക്ക് 625 ആണ് കിട്ടി. ഓർ AC ഈസ് ഈക്വൽ ടു √625 വിച്ച് ഈസ് 25 സെന്റിമീറ്റർ. പിന്നെ അതേമാതിരി തന്നെ യൂണിറ്റ്സ് നിങ്ങൾ എന്തായാലും ഇടണം. ഇവിടെ സെന്റിമീറ്റർ ആണ് യൂണിറ്റ്. സോ വി ഗോട്ട് ഹൈപ്പോട്ടന്യൂസ് ആസ് 25 സെന്റിമീറ്റർ. ഇനി സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും തന്നെ ഒന്ന് എഴുതി നോക്കി നോക്കാം കേട്ടോ. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, വിച്ച് ഈസ് ഓപ്പോസിറ്റ് 7 ഡിവൈഡഡ് ബൈ 25. ആൻഡ് കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, വിച്ച് ഈസ് 24 ഡിവൈഡഡ് ബൈ 25. അപ്പം നിങ്ങൾ ചിലവർ വിചാരിക്കും സൈൻ എ ഡയറക്റ്റ് 7/25, കോസ് എ ഡയറക്റ്റ് 24/25. അങ്ങനെയല്ല എഴുതേണ്ടത്. സൈൻ എയുടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതണം. ബിക്കോസ് CBSE ആൻസർ കീ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻസിന് അടക്കം മാർക്ക് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇക്വേഷൻസിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കോസ് എ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെങ്കിൽ സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് എഴുതിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വെറുതെ ആൻസേഴ്സ് എഴുതുന്നതിനല്ല നമുക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോ എഴുതുന്ന സ്റ്റെപ്പിനും എന്തുണ്ട്, മാത്സിന് മാർക്ക് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എഴുതി തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, സോൾവ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് Next we are moving on to third question. If sin A is equal to 3/4, calculate cos A and tan A. cos Aയും tan Aയും നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നോ അങ്ങനെയൊന്നും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഏത് ആംഗിളിലാണ് റൈറ്റ് ആംഗിളിൻ്റെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും എയില് റൈറ്റ് ആംഗിൾ വരാണ്ട് നോക്കുക. ഓക്കെ, ശരി. ഇപ്പോൾ ABC നേരത്തെ സെയിം ഫിഗർ തന്നെ എടുക്കുന്നു. ഞാൻ B തന്നെയാണ് 90 ഡിഗ്രി ആയിട്ട് എടുക്കുന്നത്. ബിക്കോസ് 90 ഡിഗ്രി ട്രയാങ്കിളിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ഈ ഒരു തിയറം ഈ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ B എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് ഫിക്സ് ചെയ്തു. ബിക്കോസ് ദേ ഹാവ് നോട്ട് ടോൾഡ് എനിത്തിങ് അബൌട്ട് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളുടെ കേസേ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് ആംഗിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 90 ഡിഗ്രി ഫിക്സ് ചെയ്യാം. അൺലെസ് A നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പാടില്ല 90 ഡിഗ്രി ആയിട്ട് കേട്ടോ. സോ A ഇതാണെങ്കിൽ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതും adjacent side this will be adjacent side and this will be hypotenuse. എന്റെ ടേംസിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ എന്റെ ടേംസിലാണ് ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ് അല്ലെ, വിച്ച് ഈസ് ഗിവൺ ആസ് 3/4. ഓക്കെ, അപ്പൊ സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്, ദാറ്റ് ഈസ് 3/4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്തായിട്ട് എടുക്കാം, 3 ഇൻറ്റു സം കോൺസ്റ്റന്റ് ആൻഡ് ഹൈപ്പോടെന്യൂസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, 4 ഇൻറ്റു സം കോൺസ്റ്റന്റ് k ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മളിത് 9th ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വാല്യൂ എടുത്ത് എഴുതാൻ പറ്റില്ല. ആ ഒരു വാല്യൂ ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 3k ആണ് കിട്ടി. അതേമാതിരി തന്നെ 4k നമ്മളുടെ ഹൈപ്പോടെന്യൂസ് ആണെന്നും കിട്ടിക്കഴിഞ്ഞു അല്ലെ. എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AB എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, വീണ്ടും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ which is 16k square
minus 9k square is equal to ab square, or 16 minus 9 എത്രയാണ് വരുന്നത്? 16 minus 9 it is 7 അല്ലേ? 7k square ആണ് നമുക്ക്, it is 7k square. 7k square ആണ് നമുക്ക് ab square കിട്ടുന്നത്, or root 7k ആണ് നമ്മളുടെ എന്തായിട്ട് കിട്ടുന്നത്? ab ആയിട്ട് കിട്ടുന്നത്. So we got this side as root 7k. ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡയറക്റ്റ് കോസ് എ കണ്ടുപിടിക്കാൻ പോവാണ്. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് എന്താണ്? റൂട്ട് 7k ആണ്. ഹൈപ്പോട്ടന്യൂസ് ഇറ്റ് ഇസ് 4k. k ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് അറ്റ് as root 7/4. ആൻഡ് ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? tan A is opposite side by adjacent. Opposite by adjacent equations എഴുതണം കേട്ടോ. equations എഴുതുന്നതിന് മാർക്ക് ഉണ്ട്. അപ്പോൾ opposite എന്ന് പറഞ്ഞാൽ 3k ആണ്, adjacent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root 7k ആണ്. k ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ it is 3/√7. അപ്പോൾ നമുക്ക് cos A യുടെ വാല്യൂവും കിട്ടി, അതേമാതിരി തന്നെ tan A യുടെ വാല്യൂവും കിട്ടി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാത്ത സെക്ഷൻസ് ഒക്കെയാണ് ആദ്യത്തെ സെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. 15 cot A is equal to 18 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ cot A equal to എന്തായിരിക്കും? 8 divided by 15 ആയിരിക്കും. ഇതിപ്പോൾ ഈ സെയിം മോഡൽ ആയില്ലേ? ഇപ്പം ഇതേമാതിരി തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക. cot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റും ഓപ്പോസിറ്റും തന്നിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. സെയിം ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് if sec theta is equal to 13/12, that is fifth question ആണ് ഇപ്പോൾ ചെയ്യുന്നത്. sec theta എത്രയാണ് തന്നിട്ടുണ്ട്? it is 13/12 ആണ് തന്നിട്ടുണ്ട്. you should find all other trigonometric ratios, അതായത് സൈൻ കണ്ടുപിടിക്കണം, കോസ് കണ്ടുപിടിക്കണം, കൊസീക്ക് കണ്ടുപിടിക്കണം, എല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so for that നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. എല്ലാത്തിലും നമ്മളൊരു ട്രയാങ്കിൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലൊരു രീതി. അപ്പോൾ തീറ്റ ഇവിടെ ഏതാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല അല്ലേ? തീറ്റ ഇവിടെ ഫിക്സ് ചെയ്തിട്ടില്ല. സോ ഐ എം ടേക്കിംഗ് ദിസ് ആസ് തീറ്റ. ഇത് ഞാൻ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീറ്റ ഐ എം ടേക്കിംഗ് ആസ് ആംഗിൾ സി. ആംഗിൾ സി ആണ് ഞാൻ തീറ്റ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് മൈ ഹൈപ്പോട്ടന്യൂസ്, ദിസ് ഈസ് മൈ അഡ്ജസൻറ്റ് ആൻഡ് സോറി ദിസ് ഈസ് മൈ ഓപ്പോസിറ്റ്. ഇതാണ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് എൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. സോ അഡ്ജസൻറ്റ് സൈഡ് sec theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് ആണ് അല്ലേ? സോ ദിസ് ഇസ് 13k ആൻഡ് അഡ്ജസൻറ്റ് ഇറ്റ് ഈസ് 12k. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു sec theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 13 ആണ്. അപ്പോൾ ഒരിക്കലും 13 എടുക്കരുത്, 13k എന്ന് എടുക്കണം. അഡ്ജസൻറ്റ് നിങ്ങൾ ഒരിക്കലും 12 എന്ന് എടുക്കരുത്, 12k എന്ന് വേണം എടുക്കാനായിട്ട്. നേരത്തെ മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ab സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. ഓർ ac സ്ക്വയർ ഡയറക്റ്റ് പൈതഗോറസ് തിയറം തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇറ്റ് ഈസ് ac സ്ക്വയർ ഈസ് ഈക്വൽ ടു ab സ്ക്വയർ പ്ലസ് bc സ്ക്വയർ, ഓർ ഇറ്റ് ഈസ് 13k സ്ക്വയർ മൈനസ് bc. bcയുടെ സ്ക്വയർ എന്താണ്? 12k സ്ക്വയർ is equal to ab square. ab ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. it is 169k square minus 144k square equal to ab square എന്ന് കിട്ടി. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ you will be getting 25k square is equal to ab square, or ab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5k ആണ്. സോ നമുക്ക് 5k ആണ് എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്? ab ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൺസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് എല്ലാ സൈഡ്സും കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. sec തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ ആണ് എന്ത്? cos തീറ്റ. സോ cos തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sec തീറ്റ ആണ്. ദാറ്റ് ഈസ് 12/13. ഓക്കെ, നെക്സ്റ്റ് സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്താണ് ഇവിടെ വരുന്നത്? ഇറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 13 ആണ്. അപ്പോൾ സൈൻ കിട്ടി, കോസ് കിട്ടി, സീക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ടാൻ കൊസീക് തീറ്റ.
കൊസീക് തീറ്റ ഇറ്റ് ഈസ് ആക്ച്വലി 1/sin θ അല്ലേ. അപ്പൊ സൈൻ തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി, ദാറ്റ് ഇസ് 13 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പൊ ഇതേമാതിരി ചെയ്ത് ഇങ്ങനെ 1/sin θ എടുത്ത് ചെയ്യാൻ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് റേഷ്യോ എടുത്ത് ചെയ്യാം. എന്താണ് കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പോഴും നിങ്ങൾക്ക് 13/5 തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 5, അഡ്ജസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. കെ ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ എഴുതുന്നത്. നിങ്ങൾ ഇവിടെ കെ വെച്ച് റെപ്രസെന്റ് ചെയ്ത് കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ കെ ക്യാൻസൽ ചെയ്ത് ഡയറക്റ്റ് എഴുതുന്നു, അത്രേ ഉള്ളൂ. ഇനി കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് 1/tan θ, ദാറ്റ് ഇസ് നേരെ റെസിപ്രോക്കൽ എഴുതുക, ദാറ്റ് ഇസ് 12 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നോക്കി നോക്കൂ, ഒരു റേഷ്യോ തന്നിട്ട് ബാക്കി 5 റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. 1, 2, 3, 4, 5. അപ്പൊ ഇത്രയും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നമ്മൾ വളരെ കുറച്ച് സമയം എടുക്കാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റ് കഷ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനും കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പെൻഡിങ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് എന്തായാലും നിങ്ങൾ പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് തീർക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഈ ഒരു എക്സസൈസിൽ നിന്ന് തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.